നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 773 773. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 773. ഇവിടെ 39 സർഗം ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 39 സർഗം ആത്മാനന്ദലാഭം. വളരെ പെരുമയുള്ള എന്താണെന്ന് പറയുക, ഗരിമയുള്ള ഒരു ഭാഗമാണത്. അതിൽ 12ാമത്തെ ശ്ലോകം ആണ് പറഞ്ഞു നിർത്തിയത്. അമ്മ, അച്ഛൻ, മകൻ, ഭാര്യ, ശത്രുമിത്രങ്ങളിങ്ങനെ അതാതാൾക്കുള്ള ഭാവങ്ങൾ മാത്രം കണ്ടു രസിക്കയാം. ഓരോരുത്തർക്കും ആരാ ശത്രു? ചിലവർക്ക് അമ്മ ശത്രുവാവാം, ചിലവർക്ക് അച്ഛൻ, ചിലവർക്ക് മകൻ, ചിലവർക്ക് ഭാര്യ. ഇങ്ങനെ ശത്രുമിത്രങ്ങളിങ്ങനെ അതാതാൾക്കുള്ള ഭാവങ്ങൾ മാത്രം കണ്ടു രസിക്കയാം എന്ന് പറഞ്ഞു. പിന്നെ 13ാമത്തെ ശ്ലോകം പറഞ്ഞു, ഉത്ബുദ്ധരായോർക്ക് അഖിലം ഈശ്വരൻ്റെ വിഭൂതികൾ. ഉത്ബുദ്ധരായവർ ആരായി? ഉത്ബുദ്ധരായവർ, ആത്മാവിനെ അറിഞ്ഞവർ, അല്ലെങ്കിൽ ഈശ്വരീയത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക്, മനുഷ്യനിൽ നിന്ന് ദേവത്വം പ്രാപിക്കാൻ ഉയർന്നവർ, ഉത്ബുദ്ധർ. ഉത്ബുദ്ധരായോർക്ക് അഖിലം ഈശ്വരൻ്റെ വിഭൂതികൾ ആകയാൽ അത്തരം പ്രാകൃതമാം ഭാവങ്ങൾ മേൽക്കുമേൽ. അങ്ങനത്തെവർക്ക് ഇങ്ങനെയുള്ള പ്രാകൃതമായ ഭാവങ്ങൾ ഉണ്ടാവില്ല. ശത്രുമിത്ര ഉദാസീന ഉള്ള ഭാവങ്ങൾ ഉണ്ടാവില്ല. ഉദിച്ചുദിച്ചു പൊങ്ങായ്വാൻ മനസ്സും വാക്കും എത്രയും പണിപ്പെട്ടും മടക്കേണം അതാം പൗരുഷമേവനും. ഒരു വ്യക്തിക്ക് പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റവൻ്റെ കൊക്കയ്ക്ക് പിടിക്കലല്ല, മറ്റുള്ളവൻ്റെ ചെകിട്ടത്ത് അടിക്കലല്ല. പിന്നെയോ, ആകയാൽ അത്തരം പ്രാകൃത ഭാവങ്ങൾ മേൽക്കുമേൽ ഉദിച്ചു പൊങ്ങായുവാൻ മനസ്സും വാക്കും എത്രയും പണിപ്പെട്ടും അടക്കേണം അതാം പൗരുഷം ഏവനും. പൗരുഷം എന്ന് പറഞ്ഞാൽ തന്നിലുള്ള ക്ഷോഭത്തെ അടക്കുക, ക്ഷോഭത്തെ ജയിക്കുക. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? പോരാ. എന്താ പറയുക, 6 ആൾക്കാരുണ്ടല്ലോ ദുര്യോധനന്മാർ. കാമ, ക്രോധ, മത, മത്സര, ലോഭ, ഭയാദികളെ ജയിക്കുക. അപ്പോൾ പിന്നെ ശാന്തായി. യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത. നമസ്തസ്യേ 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 നമോ നമഃ. പണിപ്പെട്ടും അടക്കണം എന്നാണ്, എത്ര ബുദ്ധിമുട്ടിയാലും. ബുദ്ധി കൊണ്ടു വിചാരം ചെയ്ത് ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇവ അടക്കായിൽ അവൻ ചെയ്യും നിയമാദികൾ നിഷ്ഫലം. നിയമാദികൾ, ഞാൻ ഒരാൾക്ക് നിയമം പറയുകയാണെങ്കിൽ അയാൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കരുത്. താൻ തൻ്റെ മനസ്സിനെയും വാക്കിനെയും അടക്കി പരിചയമുണ്ടോ? ഒരു ചോദ്യം ചോദിച്ചാൽ കഴിഞ്ഞ പരിപാടി. അതിനുള്ള ഇടവരുത്തരുത്. ബുദ്ധി കൊണ്ട് വിചാരം ചെയ്ത് ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇവ അടക്കായിൽ അവൻ ചെയ്യും നിയമാദികൾ നിഷ്ഫലം. അസദ്വിചാരമാലസ്യം. അസദ്വിചാരം ആലസ്യം, വേണ്ടാത്തത് ആലോചിക്കുക, ആലസ്യം വരിക. കഴിഞ്ഞു. ഒരാളുടെ പ്രബുദ്ധരാവാൻ ഉത്ബുദ്ധരാവില്ല. പിന്നെ അസദ്വിചാരം, ആലസ്യം, വെറും വാക്ക് ഇവയാൽ ഇനി ഒരൊറ്റ നിമിഷം പോലും പാഴാക്കേടില്ല മേലിൽ ഞാൻ.
ഇതാരാ തീരുമാനിച്ചത്? ഉദ്ധവർ തീരുമാനിച്ചു. ഏതേ? അസാത് വിചാരം ആലസ്യം വെറും വാക്ക് ഇവയാൽ ഇനി ഒരൊറ്റ നിമിഷം പോലും പാഴാക്കിയിടില്ല മേലിൽ ഞാൻ. ആരോടാ പറഞ്ഞത്? ഭഗവാനോട്. മുമ്പുള്ള പുണ്യവാന്മാരെ പോലെ സന്മാർഗചാരിയായി എനിക്ക് മുമ്പുള്ള സദ്വൃത്തി ജനങ്ങൾ, നല്ല വൃത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരെ, മുമ്പുള്ള പുണ്യവാന്മാരെ പോലെ സന്മാർഗചാരിയായി ധ്യാനാദിഷു പ്രകൃതത്തിൽ മുഴുകി തന്നെ വിടും. ധ്യാനാദി ശുഭകൃത്യത്തിൽ. ശുഭകൃത്യം, ഒരു കാര്യം ചെയ്യണത് ശുഭമാണോ അശുഭമാണോ എന്ന് നമ്മൾ ആലോചിക്കണം, എന്നിട്ടേ അതിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ധ്യാനാദി ശുഭകൃത്യത്തിൽ മുഴുകി തന്നെ വിടും. ധ്യാനിച്ചാൽ രക്ഷപ്പെടാം, ധ്യാനിച്ചില്ലെങ്കിൽ തരം താഴാം. അപ്പോൾ 99% ആൾക്കാരും ബാഹ്യമായിട്ടുള്ള പൂജയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അതേതാ? ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്. എന്താണ് പേര്? ഇന്നത്തെ ദിവസം, നാളെ ആറാട്ടാണെങ്കിൽ ഇന്ന് പള്ളിവേട്ട. പലതരത്തിലുള്ള രൂപങ്ങൾ ധരിച്ച് കൂക്കിയാർത്ത് ശ്രീലകത്തിൻ്റെ 4 പുറം നാലമ്പലത്തിൻ്റെ 4 പുറം കൂർക്കിയാർത്ത് പോവും ആൾക്കാർ. സത്യത്തിൽ ഇന്നേ ഒരു വേഷം കെട്ടണുള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ വേഷം കെട്ടിയിട്ടില്ലെങ്കിലും കൂക്കി ആർക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ധ്യാനമില്ല അവിടെ, ധ്യാനമില്ല. അവിടെയാണ് സങ്കടം. അത് സങ്കടമാണ്. ഇനി എന്താ പറഞ്ഞത്? ധ്യാനാദി ശുഭകൃത്യത്തിൽ മുഴുകി തന്നെ മേവിടും. അതല്ലാതൊന്നും ഈ മണ്ണിൽ ആശിപ്പില്ല മഹാപ്രഭു. ഞാൻ വേറൊന്നും ആഗ്രഹിക്കണില്ല എന്നാണ് ഉദ്ധവരെ ആരോട് പറഞ്ഞത്? ഭഗവാനോട് പറഞ്ഞത്. ഇന്നതാണോ? എനിക്കെന്തിനാ ഈശ്വരൻ? എനിക്കൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ധ്യാനാദി ശുഭകൃത്യത്തിൽ മുഴുകി തന്നെ മേവിടും. അതല്ലാതൊന്നും ഈ മണ്ണിൽ ആശിപ്പില്ല മഹാപ്രഭു. അതിനാണെന്നും എന്നും ഞാൻ പ്രാർത്ഥിപ്പൂ കരുണാനിധി. എന്താ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്? ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ഞാൻ നിഷ്കാമനാണ് എന്ന്. അത് വീട്ടിലിരുന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ ഗുരുവായൂർ പോണത്? എന്തിനാ പഴനിക്ക് പോണത്? എന്തിനാ ശബരിമലയ്ക്ക് പോണത്? തിരുവങ്കടത്ത് എന്തിനാ പോണത്? ഭാഗവതം കയ്യിലില്ലേ? വാഗ്മയി രൂപല്ലേ? ഗുരുവായൂർ പോയ വാഗ്മയി രൂപം വല്ലതും കേൾക്കുമോ നമ്മൾ? ഇല്ലല്ലോ. അതിനാണെന്നും എന്നും ഞാൻ പ്രാർത്ഥിപ്പൂ കരുണാനിധേ. ഈ വണ്ണം സത്വം ഉൾത്തിങ്ങും, ഈ വിധം സത്വം ഉൾത്തിങ്ങും സദ്വിചാര ശതങ്ങളാൽ 100 വിചാരങ്ങൾ, നല്ല വിചാരങ്ങളുണ്ട്. ഒരു വിചാരമില്ലാത്തവരുണ്ട്, സദ്വിചാരങ്ങൾ. ഒക്കെ കുരുത്തം കെട്ട വിചാരങ്ങളുള്ളൂ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ വണ്ണം സത്വമുൾത്തിങ്ങും സദ്വിചാര ശതങ്ങളാൽ കണ്ണീർ കിനിഞ്ഞു രോമാഞ്ചം മണിഞ്ഞും വിലസിടുവോൻ. കണ്ണീർ കിനിഞ്ഞും, ആനന്ദ കണ്ണീരട്ടുവോ? കണ്ണീർ കിനിഞ്ഞും രോമാഞ്ചം മണിഞ്ഞും വിലസിടുവോൻ. നിഷ്പ്രയോജനമാം വാക്കും വെറും ലൗകിക ചിന്തയും. ലൗകിക ചിന്ത വെറും നിഷ്പ്രയോജനാണെന്ന് ഭാഗവതം അടിച്ചു പറയുന്നു. 5000 രൂപ 5 മിനിറ്റിന് നാദസ്വരത്തിന് കൊടുത്ത് ഒരു രുക്മിണി സ്വയംവരം ഒരു സപ്താഹത്തിൽ ചെയ്യരുത്. ആ 5000-ത്തിന് ഒരു 3 ജോഡി എന്ത് കിട്ടും? ആഖ്യാനം കിട്ടും. അത് ആവശ്യക്കാർക്ക് വാങ്ങിക്കൊടുത്താലത്തെ സ്ഥിതി എത്രയായി? പിന്നെ അന്ന് ആർഭാടത്തിന് വേണ്ടി ചിലവാക്കുന്ന കാശ് കഴിഞ്ഞില്ലേ? അത് സ്പോൺസർ ചെയ്ത ആൾക്ക് എന്താ ലാഭം? ബുദ്ധി ഇല്ലാത്തവർ ബലേ പറയും, ബുദ്ധിയുള്ളവർ ബലയെന്ന് പറയില്ല. അതാണ്. അപ്പോൾ നിഷ്പ്രയോജനമാം വാക്കും വെറും ലൗകിക ചിന്തയും നിയന്ത്രിച്ചിടും ആ പുണ്യജീവൻ ജീവത്വമറ്റുടൻ.
ആത്മാനന്ദത്തിൽ മുഴുകും മഹാസമ്പന്നനായി വരും. ആരാണ് മഹാസമ്പന്നനായിട്ട് വരുന്നത്? ആത്മാനന്ദത്തിൽ മുഴുകും മഹാസമ്പന്നനായ. ആത്മാനന്ദം പരമസുഖതം. ആത്മാനന്ദാണ് പരമസുഖതത്തെ ദാനം ചെയ്യണത്. അത്തരം ഭക്തവര്യൻ്റെ പേർ പോലും ഭിന്നമന്യതിൽ ഭഗവത് ഭക്തി സൗധത്തിനണിപ്പോൻ താഴികക്കുടം. താഴികക്കുടം സ്വർണം പൂശണം എന്നെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിന് സ്വർണം കൊടുക്കും. അമ്മയുടെ താലിമാല വിറ്റിട്ടായിരിക്കും മകനെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. ആ താലിമാല വാങ്ങി കൊടുക്കണമെന്ന് തോന്നില്ല. അമ്പലത്തിലെ താഴികക്കുടം സ്വർണം പൂശണമെന്ന് തോന്നും. കാരണം എന്താ? അത്തരം ഭക്തവര്യൻ്റെ പേർ പോലും പിന്നെ മന്നിതിൽ, ഈ ഭൂലോകത്തിലെ ഭഗവത് ഭക്തി സൗധത്തിനണിപ്പൊൻ താഴികക്കുടം. നന്മ ചെയ്ത ഒരാളുടെ പേര് ക്ഷേത്രത്തിലെ പൊൻതാഴികക്കുടം പോലെ വിലസും. ഇതിൻ്റെ ഭാവശുദ്ധി നമ്മൾ മനസ്സിലാക്കണ്ടേ? അത്തരം ഭക്തവര്യൻ്റെ പേർ പോലും പിന്നെ മന്നിതിൽ ഭഗവത് ഭക്തി സൗധത്തിനണിപ്പൊൻ താഴികക്കുടം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഏകോനചത്വാരി സംഗഹ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 40-ാം സർഗം എന്താ പേരസുണ്ടോ? വർണ്ണനിരൂപണം, ചാതുർവർണ്ണ്യ നിരൂപണം. ശ്രദ്ധിക്കേണ്ടതാ. ഇത്രയും കേട്ടു തൊഴുതും കൊണ്ടുമെല്ലവേ എങ്ങനെ ചോദിച്ചാൻ ഉദ്ധവൻ ധന്യൻ മഹാഭാഗവതോത്തമൻ. ഉദ്ധവർ ചോദിച്ചു, ഇത്രയും കേട്ട് തൊഴുതും കൊണ്ടുമെല്ലവേ എങ്ങനെ ചോദിച്ചാൻ ഉദ്ധവൻ ധന്യൻ മഹാഭാഗവതോത്തമൻ. അവിടുന്ന് അരുളി ചെയ്തു ഭക്തിധർമ്മം സനാതനം. ഭക്തിധർമ്മം സനാതനം. വർണ്ണാശ്രമാദിഹീനന്മാരായവർക്കും യദൃച്ഛയാ വർണ്ണാശ്രമാദിഹീനന്മാർ, വർണ്ണാശ്രമങ്ങളിൽ വിശ്വാസമില്ലാത്തവർ, വർണ്ണാശ്രമങ്ങൾ പാലിക്കാത്തവർ, അയവർക്കും യദൃച്ഛയാ സത്സംഗം മൂലം ഉളവായി വരും എന്നായതോർക്കുകിൽ. സാമാന്യർക്ക് അത് ഉദിക്കേണ്ടത് അരവിന്ദലോചന. ഹേ മഹാപ്രഭു, സത്സംഗമൂലമുളവായി വരും എന്നായതോർക്കുകിൽ സാമാന്യർക്കതുദിക്കേണ്ടത് അരവിന്ദലോചന. എന്താണ് സത്സംഗമൂലമുളവായി വരും എന്നായതോർക്കുകിൽ സാമാന്യർക്ക് അത് ഉദിക്കേണ്ടത് അരവിന്ദ വിലോചനാം. സ്വധർമാചരണം കൊണ്ടാണെന്നു സംസിദ്ധമാകയാൽ. സ്വധർമാചരണം, സ്വന്തം ആത്മാവിൻ്റെ ആചരണം, സ്വധർമാചരണം. ഏവർക്കും ഈശ്വര പൂജയാണ്, ഈശ്വര സേവയാണ് ധർമാചരണം. സ്വധർമാചരണം കൊണ്ടാണെന്നു സംസിദ്ധമാകയാൽ അരുളേണം അതേവർക്കും അനുഷ്ഠിക്കേണ്ടതാം ക്രമം. അരുളേണം, പറയണം, അനുഷ്ഠിക്കേണ്ടതാം ക്രമം. ഇതെവിടെയെങ്കിലും ഭാഗവത സപ്തത്തിൽ കേട്ടിട്ടുണ്ടോ? നെവർ, നോ ചാൻസ്. പിന്നെ പറയണു, ബ്രഹ്മാവിനുപദേശിച്ചു പണ്ടു ഹംസരൂപനായി. ഭഗവാൻ ഹംസരൂപനായിട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചു. മിക്കതും സമ്പ്രദായങ്ങൾ അവയെന്നു നശിച്ചു പോയി. ഇപ്പോൾ അതൊക്കെ നശിച്ചു. അതുകൊണ്ട് എന്നോട് പറഞ്ഞു തരണം. പാരിന്നതുപദേശിച്ചും രക്ഷിച്ചും നിലനിർത്തിയും സഹായിപ്പാനൊരാളില്ല സത്യലോകത്തിലും പ്രഭു. എന്താ ആവിഷ്കാരം! പാരിന്നത് ഈ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി ഉപദേശിക്കൂ. രക്ഷിച്ചും നിലനിർത്തിയും സഹായിപ്പാൻ ഒരാളില്ല സത്യലോകത്തിലും പ്രഭു. അന്ന് ഹംസരൂപനായിട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചത് ഒന്ന് ആവർത്തിച്ച് പറയാൻ പറ്റിയ ഒരാൾ സത്യലോകത്തിൽ, ബ്രഹ്മാവിൻ്റെ ലോകത്തിലും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ, ആ മട്ട് അനുഗ്രഹം ചെയ്താരവിടുന്ന് ഈ മഹീതലം ത്യജിക്കൽ മങ്ങും. ആ അധർമ്മം അരുളി ചെയ്വതായി
ഭാവധാരിണി. അതായത് ആ മട്ടനുഗ്രഹം ചെയ്താർ അവിടുന്ന് ഈ മഹീതലം ത്യജിക്കിൽ അങ്ങും ആ ധർമ്മം അരുളി ചെയ്വാധാരിണി. അങ്ങ് ഇപ്പോൾ ഇത് പറയാതെ കണ്ട് സ്വധർമ്മപ്രാപ്തി പിന്നെ ഈ ലോകത്ത് ആരാണിത് പറയുക? അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് പോകുന്ന പറഞ്ഞത്. അതുകൊണ്ടാണ് വായിക്കാൻ പഠിച്ചാൽ പോരാ, ഇതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കണം. ആഖ്യാനം സ്വന്തം മാതൃഭാഷയിൽ പഠിക്കണം, അത്ര ലാളിത്യം വേറെ ഒന്നിനും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പറയണു, ഈ വണ്ണം ഉദ്ധവൻ ചോദിച്ചേടെ സംപ്രീതനാം ഹരി. ഭഗവാൻ സന്തുഷ്ടനെ ചോദിക്കേണ്ടത് ചോദിക്കണം, പറയാനുള്ളത് പറയിപ്പിക്കണം അല്ലേ? ഈ വണ്ണം ഉദ്ധവൻ ചോദിച്ചേടെ സംപ്രീതനാം ഹരി ചൊല്ലിനാൻ വിശ്വകല്യാണം ഓർത്തുകാരുണ്യവാരിധി. വിശ്വകല്യാണം, വിശ്വത്തിലുള്ളവരൊക്കെ മംഗളം ഭവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഉദ്ധവരെ ഇത് ചോദിക്കണതും ഉദ്ധവരോട് അദ്ദേഹം പറയണതും. അത് ശ്രീകൃഷ്ണ കർണാമൃതമായിട്ടും ശ്രീകൃഷ്ണ കഥാമൃതമായിട്ടും ഭാഗവതമായിട്ടും നമുക്ക് കിട്ടണത്. ധർമ്മമൂലകം ഈ ചോദ്യം ഏവർക്കും ഭക്തിവർദ്ധകം. കർമ്മമൂലകം, ധർമ്മത്തിൻ്റെ മൂലകമാണത്. കർമ്മമൂലകം ഈ ചോദ്യമേവർക്കും ഭക്തിവർദ്ധകം. വിശ്വേകപാവനം വർണ്ണാശ്രമധർമ്മം സനാതനം. വർണ്ണാശ്രമധർമ്മം സനാതനം എന്നും നിലനിൽക്കുന്നുണ്ട്. കേട്ടാലും പണ്ട് കൽപ്പാരംഭത്തിൽ കൃതയുഗാദിയിൽ ഹംസം എന്നൊരു വർണ്ണം താൻ ചെയ്യാനില്ലൊന്നുമേവനും. കേട്ടാലും പണ്ട് കൽപ്പാരംഭത്തിൽ കൃതയുഗാദിയിൽ ഹംസം എന്നൊരു വർണ്ണം താൻ ചെയ്യാനില്ലൊന്നുമേവനും. കൃതാർത്ഥനാകയാൽ അന്ന് അക്കാലം കൃതയുഗാഖ്യമായി. കൃതാർത്ഥനാകുക കാരണം ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ള ധാരണ എവിടെ ഉണ്ടായി? കൃതയുഗത്തിൽ. കൃതാർത്ഥനാകയാൽ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കൃതാർത്ഥനാകയാൽ അന്നക്കാലം കൃതയുഗാഖ്യനായി. വിധിയും മറ്റും ആവശ്യം ആർക്കുമില്ലായ കാരണം. വിധിയും മറ്റും, വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവില്ലെന്ന്, മറ്റും ആവശ്യം ആർക്കുമില്ലായ കാരണം പ്രണവത്തിങ്കലെന്ന്. അന്തർഭൂതമാം വേദമൊക്കെയും, ഓങ്കാരത്തിലെ വേദം ഒക്കെ ഉണ്ട്, പക്ഷെ ആർക്കറിയും? ഓങ്കാരം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഉരുവിടണം, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? പ്രണവത്തിങ്കൽ അന്ന് അന്തർഭൂതമാം വേദമൊക്കെയും സത്യാദിപാദം നാലാർന്ന ധർമ്മം ഞാൻ വൃഷരൂപൻ. ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനാണ് ആരെ? കാള. സത്യാദിപാദം നാലാർന്ന ധർമ്മം ഞാൻ വൃഷരൂപനാം ഹംസനാം എന്നെ ഓർത്ത് അന്ന് സർവരും പാപമുക്തരാം. ഭഗവാന്റെ ഹംസാവതാരത്തെ ആലോചിച്ചാൽ തന്നെ പാപവിമുക്തിയായി. ഹംസനാം എന്നെ ഓർത്തന്നു സർവരും പാപമുക്തരാം. പലർക്കും ബുദ്ധിമാലിന്യം കാലം കൊണ്ടുളവാകയാൽ. പലർക്കും ബുദ്ധിക്ക് മാലിന്യം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കപടബുദ്ധിയായി എന്നർത്ഥം, സദ്ബുദ്ധി ആയില്ല. അപ്പോൾ പലർക്കും ബുദ്ധിമാലിന്യം കാലം കൊണ്ടുളവാകയാൽ ത്രേതാരംഭത്തിൽ എന്നുള്ളിൽ വിളങ്ങും പ്രണവം വഴി. ത്രേതായുഗത്തിൽ, കൃതയുഗം കഴിഞ്ഞ ത്രേതായുഗത്തിൽ എൻ്റെ ഉള്ളിൽ വിളങ്ങും ഓങ്കാരം വഴി വേദങ്ങൾ വെളിവായി വന്നു ശുദ്ധികർമ്മം വിധിക്കുവാൻ. ശുദ്ധികർമ്മം വിധിക്കാൻ വേണ്ടിയിട്ടാണ് വേദങ്ങൾ വന്നത്. അതിങ്കൽ നിന്ന് യജ്ഞസ്വരൂപൻ പ്രത്യക്ഷനായി ഞാൻ. അതിങ്കൽ നിന്ന്, വേദങ്ങളിൽ നിന്ന് യജ്ഞസ്വരൂപൻ പ്രത്യക്ഷനായി ഞാൻ. വർണ്ണാശ്രമാദി ധർമ്മങ്ങൾ വെളിപ്പെട്ടതുമോതിടാം. എന്താണ് ഞാൻ വെളിപ്പെടുത്തിയത് അത് ഞാൻ പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു. വിരാൺമുഖാദികളിൽ നിന്നുദിതം 4 വർണ്ണവും. വിരാൺമുഖാദികൾ, വിരാട് സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ മുഖത്തിൽ നിന്ന് ആണ് ഈ 4 വേദങ്ങൾ വന്നത്.
വിരാൺമുഖാദികളിൽ നിന്നുദിതം 4 വർണ്ണവും ശമാതി ഗുണസമ്പത്ത് ലക്ഷണം വിശ്വപാവനം. ശമം ദമം ഇല്ലാത്തത് പറയരുത്, ഉള്ളത് മുഴുവൻ പറയരുത്. അങ്ങനെയുണ്ട്. എന്താ? തള്ളരുത് എന്നർത്ഥം. വിരാൺമുഖാദികളിൽ നിന്നുദിതം 4 വർണ്ണവും ശമാതി ഗുണസമ്പത്തി ലക്ഷണം വിശ്വപാവനം. ശിരസിലുണ്ടായി സന്യാസം. ശിരസിലുണ്ടായി സന്യാസം. ഈ തലമുടി കഷണ്ടിയാവണതും തലമുടി വെളുക്കണതും കൂടി വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ തലമുടി തലയ്ക്ക് ആഭൂഷണമാണ്. അപ്പോൾ അതിനെ ചരണ്ടി കളയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ആഭൂഷണങ്ങൾ വേണ്ട എന്നാണ്. അപ്പോൾ കാശ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് സന്യാസിമാർ സ്വിസ് ബാങ്കിലൊന്നും കൊണ്ടേ ഇടരുത്, അല്ലെങ്കിൽ ഡമ്മി പേരിൽ LIC പോളിസികൾ എടുക്കരുത്. പള്ളിയിലച്ഛനാണെങ്കിലും അല്ലെങ്കിൽ മൗലവിമാരാണെങ്കിലും മണിയടിച്ചു കേട്ടോ. എന്താ സത്യസ്വരൂപൻ വളഞ്ഞല്ലേ ഈ ഭൂമിയിൽ. അപ്പോൾ ശിരസിലുണ്ടായി സന്യാസം. അപ്പോൾ ശിരസിൽ മുടി കളയാന്ന് പറഞ്ഞാൽ എനിക്ക് ആഭൂഷണങ്ങൾ വേണ്ടാന്നർത്ഥം. അതാണ് സന്യാസിയുടെ ഒരു ലക്ഷണം, തലമുടി കളയാൻ. എന്നിട്ടോ ശിരസിലുണ്ടായി സന്യാസം ജഗനത്തിൽ ഗൃഹാശ്രമം. ജഘനത്തിൽ ഗൃഹാശ്രമം ഹൃദയത്തിൽ ബ്രഹ്മചര്യം. അർത്ഥം പറയണം കേട്ടോ. ശമാതി ഗുണ. അപ്പോൾ പറഞ്ഞു ഹൃദയത്തിൽ ബ്രഹ്മചര്യം വക്ഷസിൽ വനവാസവും. വക്ഷസിൽ മനസ്സുകൊണ്ട് വനവാസിയായിരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. വക്ഷസിൽ അല്ലാണ്ട് മാറത്ത് രോമം ഉണ്ടാവണം എന്നല്ല കേട്ടോ, വെറുതെ അത് ഇതും പറയണ്ട. ഹൃദയത്തിൽ ബ്രഹ്മചര്യം. അതായത് മനസ്സ് നിർമ്മലമാവണം. മനസ്സ് നിർമ്മലം. വക്ഷസിൽ വനവാസവും മർത്യപ്രകൃതി വർണ്ണാശമങ്ങൾ എന്നിവ തൻ ഗുണം അതാതിൻ ജന്മഭൂമിക്ക് യോജിച്ചിടുന്ന മട്ടിലാം. എന്താ പറഞ്ഞത്? മർത്യപ്രകൃതി, മരണം സ്വാഭാവികമുള്ളവൻ്റെ പ്രകൃതി, വർണ്ണാശമങ്ങൾ എന്നിവ തൻ ഗുണം അതാതിൻ ജന്മഭൂമിക്ക് യോജിച്ചിടുന്ന മട്ടിലാം. മുഖാദികളിൽ നിന്നുണ്ടായെന്ന് ചൊല്ലിയതോർക്കുകൾ. മുഖത്തിൽ നിന്ന് ബ്രാഹ്മണരുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നാ പറഞ്ഞത്? വേദപ്രവചനം മുമ്പാം വ്യാപാരം കൊണ്ടു മാത്രമാം. വേദാധ്യയനം ചെയ്യാത്തവർ ബ്രാഹ്മണരല്ല. ഒരു വട്ടം വേദാധ്യയനം ചെയ്യാത്തവരെ ബ്രാഹ്മണരല്ല. 2 തരം. വേദപ്രവചനം മുമ്പാം വ്യാപാരം കൊണ്ടു മാത്രമാം 3 തരം. ഇനി എന്താ വേണ്ടത്? മുഖത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ വേദപ്രവചനം മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. 20ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ശമം ദമം ദയാ തപസ് ആർജവം ക്ഷമാം ഭക്തിയും സത്യം വിശുദ്ധി സംതൃപ്തി ഇവയാം ബ്രഹ്മലക്ഷണം. ബ്രഹ്മാനുഭൂതി എന്ന് പറഞ്ഞാൽ എന്താ? ശമം വേണം, ദമം വേണം, ദയ വേണം, തപസ്, ആർജവം, ക്ഷമ, ഭക്തിയും സത്യം വിശുദ്ധി സംതൃപ്തി ഇവയാം ബ്രഹ്മലക്ഷണം. പിന്നെ പറയണു ധൈര്യം ശൗര്യം ബലം തേജസ് ഔദാര്യം ക്ഷമ ഉദ്യമം സ്ഥൈര്യം ഔദാര്യവും ബ്രഹ്മണ്യതയും ക്ഷത്രലക്ഷണം. ക്ഷത്രിയനായാൽ എന്തൊക്കെയാണ്? ധൈര്യം വേണം, ശൗര്യം വേണം, ബലം വേണം, തേജസ് വേണം, ഔദാര്യം വേണം, ക്ഷമ വേണം, ഉദ്യമം വേണം, സ്ഥൈര്യം വേണം, ഔദാര്യവും വേണം, ബ്രഹ്മണ്യതയും ക്ഷത്രലക്ഷണം. ഇനി വൈശ്യലക്ഷണം എന്താ പറഞ്ഞു? ആസ്തിക്യം ദാനശീലത്വം അദംഭം ദമ്പമില്ലായ്മ. ഞാൻ കച്ചവടക്കാരനാണ് എന്ന് പറയരുത്. കച്ചവടം ചെയ്ത് ജീവിക്കുക, അത്രയേ ഉള്ളൂ. കച്ചക്കവടാവരുത്. ആസ്തിക്യം സത്യസന്ധത വേണം. ദാനശീലത്വം അദംഭം ബ്രഹ്മസേവനം, അതായത് ബ്രാഹ്മണരെ സേവിക്കുക. ധനത്തിൽ മതിയാവായ്മ ഇവയാം വൈശ്യലക്ഷണം. ധനം എത്ര കിട്ടിയാലും മതിയാവില്ല അവർക്ക്.
അത് കേടുവരുത്താണ്ട് അവർ പിന്നെയും പിന്നെയും വ്യവഹാരം ചെയ്യും. ഇനി ശൂദ്രൻ്റെ ലക്ഷണം പറഞ്ഞു, മോശമല്ല കേട്ടോ. കളങ്കമറ്റ ഗോവിപ്രദേവ ശുശ്രൂഷ എന്നതും കളങ്കം ഉണ്ടാവരുത്. കളങ്കമറ്റ പശു, ബ്രാഹ്മണര്, ദേവന്മാരെ ശുശ്രൂഷ എന്നതും കെട്ടുന്നതിൽ തൃപ്തിയുമാം ശൂദ്രൻ്റെ ശുഭലക്ഷണം. ശുഭലക്ഷണം. അശുഭലക്ഷണം എന്താ? തോന്നിയത് കാട്ടുക, ഉദ്യമിക്കാതെ ഇരിക്കുക, ആലസ്യത്തിലിരിക്കുക. ഇതൊക്കെ തെറ്റാണ്. ഇതിന് 24-ാമത്തെ ശ്ലോകം. അശുദ്ധി കാമകോപങ്ങൾ. അശുദ്ധി ഉണ്ടാവരുത്, കാമനകൾ ഉണ്ടാവരുത്, കോപങ്ങൾ ഉണ്ടാവരുത്. കളവ്, ഈശ്വരനിന്ദനം, കലഹാദികളും കാണാം വർണ്ണബാഹ്യനിൽ ആകയാൽ. വർണ്ണാശ്രമം 4 ത്യജിച്ച ഒരാൾക്ക് എന്താണ് ലക്ഷണം? അശുദ്ധി, കാമം, കോപങ്ങൾ. കാമം ഉണ്ടെങ്കിൽ അവൻ വർണ്ണാശ്രമത്തിലുള്ളവരല്ല. കോപങ്ങൾ, കളവ്, ഈശ്വരനിന്ദനം, കലഹാദികളും കാണാം വർണ്ണബാഹ്യനിൽ ആകയാൽ. അതിൽ അവസാനത്തെ ശ്ലോകം 25. അഹിംസ, സത്യവും കാമകോപലോഭനിവൃത്തിയും ഭൂതാനുകമ്പയും മറ്റും ശീലിച്ചിടണം. ഏവനും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാണ്ട് അഹിംസ. ഞങ്ങൾ ശൂദ്രന്മാരാണ്, ഞങ്ങൾക്ക് മത്സ്യം കഴിക്കാം, മാംസം കഴിക്കാം എന്ന് പറഞ്ഞിട്ടില്ല. അതാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അഹിംസ, സത്യവും കാമകോപലോഭ നിവൃത്തിയും ഇതെന്നൊക്കെ രക്ഷപ്പെടണം. ഭൂതാനുകമ്പയും മറ്റും ശീലിച്ചിടണം. ഏവനും ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ 4 സംസർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് 774-ാമത്തെ സർഗം വരിക. ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും. അത് നമുക്ക് നാളെ തുടങ്ങാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.